അപ്പോൾ ഇത് അസുമോന് നോമ്പ് കള്ളനാണ് കേട്ടോ. ഓന് ചോറ് കൊടുക്കുക അല്ലേ? അങ്ങോട്ട് വെച്ചാൽ ഓ ഉമ്മ പഠിച്ചിട്ടോ. ഇത്ര പെട്ടെന്ന് പഠിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. മസാല അരച്ചയില് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നതാ നമ്മുടെ ഈദിൻ്റെ കളക്ഷൻ ഒരുപാട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്ക് എടുക്കാൻ പോവാണ്. ആ സ്റ്റോക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന്. അപ്പോൾ ഇതാ ബണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഈ ഒരു ബണ്ടിൽ പൊട്ടിച്ചിട്ട് ഇതാ ഇങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ നമ്മളെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. നമ്മൾ വാട്സപ്പ് വഴി, ഇൻസ്റ്റഗ്രാം വഴി, യൂട്യൂബ് വഴി 3 രീതിയിലാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ ഒക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവട്ടോ. അതുകൊണ്ട് ഇതാ നമ്മൾ പല വെറൈറ്റീസ് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഐറ്റംസിൻ്റെ വീഡിയോസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ നമ്മൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ ഓർഡർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അതിൽ ചെക്ക് ചെയ്യുക. അതിൽ ഒരുപാട് പാർട്ടി വെയർ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല, നല്ല കട്ട് വർക്ക് കൊടുത്തിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കാണ്. അത് നല്ല ഡിസൈൻ, നീറ്റായിട്ടുള്ള ഡിസൈൻ വർക്കാണ്. അപ്പോൾ ഇതിൽ 3 കളർ ചാർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നിതാ പർപ്പിൾ കളറ്, ഒന്ന് ബ്ലാക്ക്, ഒന്ന് വൈറ്റ്. എല്ലാം സെറ്റിലും നല്ല അടിപൊളി കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളേഴ്സുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഈദ് കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജിലൊന്ന് കയറി നോക്കുക. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നമ്മളെല്ലാം സെല്ലാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലി വ്ളോഗിൽ നമ്മുടെ സെയിലിംഗ് കൂടി കാണിക്കുകയാണ്. അപ്പോൾ കുറേ പേര് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച ടൈമിൽ ഓരോ വീഡിയോയിൽ കാണിക്കണം എന്നുള്ള ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് വഴിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ചില ആളുകൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്യുക. ചില ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അയക്കാതെ വാട്സപ്പിൽ അയച്ചു തരുമെന്ന് ചോദിക്കാറുണ്ട്. അത് അയക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തിരക്കിൻ്റെ ടൈമാണ്, ഡെയിലി ഒന്നരാടെ സ്റ്റോക്ക് എടുക്കാൻ പോകണം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് ഭയങ്കര ബിസി ആയിട്ടാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനനുസരിച്ച് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് നമ്മളെ ഷോപ്പിലുള്ളതും ഇവിടെ റോസ് പെറ്റൽസും ഒന്നാണോ എന്ന്. അപ്പോൾ അത് രണ്ടും തന്നെ. ഈ നമ്മളെ റോസ് പെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓൺലൈൻ സ്റ്റോറാണ്. വെസ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും സ്റ്റോർ ഉണ്ട് കേട്ടോ, ഓൺലൈനിൽ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പോൾ അതിൽ വേറെ കളക്ഷൻ ആയിരിക്കും. ഷോപ്പിലെന്ന് പറഞ്ഞാൽ കുറച്ച് അടിപൊളി വെസ്റ്റേൺ, അതുപോലെ തന്നെ പാകിസ്ഥാനി ടൈപ്പ്, ഇനായൻ്റെ മോഡൽ, അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡുള്ള കുറച്ച് മോഡൽ ഐറ്റംസാണ്. എന്നാൽ കുറച്ച് അത്യാവശ്യം റൈറ്റ് ഉള്ളതുണ്ട്, നോർമലി റൈറ്റ് ഉള്ളത് മിക്സ് ആയിട്ട് നമ്മൾ ഷോപ്പിലുണ്ട്. പക്ഷേ ഇത് സ്റ്റോർക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് കൊണ്ടുവരുന്നതാണ്. ഇതിലുള്ള ചില ഐറ്റംസ് നമ്മൾ ഷോപ്പിലും ഉണ്ടാകും, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ കാണിച്ചിട്ടുള്ള നമ്മൾ ഓൺലൈൻ സ്റ്റോറിലാണുള്ളത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. ഷോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഷോപ്പാണ്. അവിടെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അരീക്കോട് തന്നെയാണ് ഷോപ്പ് വരുന്നത്. പക്ഷേ ഇത് ഓൺലൈൻ സ്റ്റോറിന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ അവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പം എൻ്റെ അടുത്തുള്ള സ്റ്റോക്ക് ഷോപ്പിൽ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ കുറേ ആൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോകണവർക്ക് അങ്ങനെയും പോവാം. നമ്മളെ സ്റ്റോറിലെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് എവിടേക്കൊക്കെയാണ് ഡെലിവറി ഉള്ളത്. നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഡെലിവറി ചെയ്യുന്നതാണ്. ഔട്ട് ഓഫ് കേരളയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പേടിക്കേണ്ട. ഷിപ്പിംഗ് ചിലപ്പം ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരും. കാരണം നമ്മൾ കേരളത്തിൻ്റെ പുറത്തേക്കാണെങ്കിൽ ഷിപ്പിംഗ് എന്തായാലും ഡിഫറെൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എംബ്രോയ്ഡറി വർക്കാണ്. അതും ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ്. നല്ല നീറ്റായിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതിലും വരുന്നത് 3-4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലതിലൊക്കെ XXL അവൈലബിൾ ആണ്, എല്ലാത്തിലും XXL ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ.
ഇന്ന് ഡ്രസ്സിൻ്റെ മാത്രം വീഡിയോസ് അല്ല കേട്ടോ, നമ്മൾ അടിപൊളി ഒരു ബ്രെഡ് ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉമ്മാക്കൊരു അടിപൊളി ആയിട്ടുള്ള ഇത് പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ നോമ്പ് വിഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ പാക്കിങ്ങിന് ഇരിക്കുക, കുറച്ച് ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീമിൻ്റെ ഓർഡേഴ്സും ഡ്രസ്സും ഇനിയിപ്പോൾ ഇന്ന് വന്ന വണ്ടിയിൽ ഇതൊക്കെ ഓർഡേഴ്സ് ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ ഇതാ പാക്കിങ്ങിന് ഇരിക്കുകയാണ്. അഡ്രസ്സ് എഴുതണം, അതിൻ്റെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ മാഷാ അല്ലാ ഇന്നത്തെ ഓർഡേഴ്സാണ് നമുക്ക് അയക്കാനുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടല്ല അയക്കുന്നത്, അവരെ സാധനം കിട്ടൂലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. നിങ്ങൾ തരുന്ന ഓർഡേഴ്സ് അന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റിലേക്കുള്ള സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, DTDCയിലേക്കുള്ളതും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് അയക്കാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർഡർ തന്ന എല്ലാവർക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നതാണ്. അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നമ്മളിത് അരീക്കോട് നിന്ന് വന്നതിൻ്റെ ശേഷം എന്താ ഇപ്പോൾ കുഞ്ഞാറ്റേ കളിക്കാൻ ഇറങ്ങിയോ കളപ്പ? ആര് ചായ അടിച്ച്? അപ്പൊ ഇത് അസുമോന് നോമ്പ് കള്ളനാണ് കേട്ടോ. ഓന് ചോറ് കൊടുക്കുക അല്ലേ അസുവ? ഈ എത്ര നോമ്പ് പറ്റി? 10 നോമ്പ് പറ്റി. ഇപ്പൊ നോമ്പ് ഇറക്കല്ലേ? മന്തി വെച്ചിട്ടാണ് കേട്ടോ നോമ്പ് ഇറക്കണേ. ക്ഷീണുണ്ടോ നോമ്പ് പോയിട്ടിട്ട്? അപ്പോൾ നമ്മളിതാ ബ്രെഡ് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പൊട്ടാറ്റോ ഇതാ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത്, അതില്ലാത്ത പരിപാടിയില്ലല്ലേ, എല്ലാത്തിലേക്കും നമുക്ക് ആ ഒരു ഐറ്റം വേണം. പിന്നെ ഇതാ ഞാനിവിടെ ക്യാപ്സിക്കാണ് ആഡ് ചെയ്തത്. ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടാത്തവർക്ക് ഇത് ഇവിടെ ഉണ്ടായപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് വേണ്ടിയിട്ട് യെല്ലോയും ഒരു ഗ്രീനും ക്യാപ്സിക്കത്തിന് ചെറിയ പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ചപ്പും അതുപോലെ തന്നെ നമ്മുടെ ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന പൊടി എന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ ആ ഒരു പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഉപ്പ് നമ്മുടെ ഉള്ളി വാട്ടിയ ടൈമിൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിതാ ബീഫ് ജസ്റ്റ് കറിയിൽ നിന്ന് എടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പൊട്ടാറ്റോ ഇതാ ഉടച്ചെടുത്തതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള മസാലയാണ്. ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾക്ക് സമൂസ ഉണ്ടാക്കുക, കട്ട്ലേറ്റ് ഉണ്ടാക്കുക, എല്ലാത്തരം സംഭവം ഉണ്ടാക്കുക കേട്ടോ. ഇതൊരു മെയിനായിട്ട് എല്ലാത്തിലേക്കുള്ളൊരു മസാലയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ പത്തിരിക്ക് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര രസമുള്ളൊരു മസാലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം എന്താ, നമ്മുടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് നമ്മൾ മയോണൈസും അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ലെവലിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്രെഡിനോട് 2 ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചാൽ 4 ബോക്സ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പം അതിനുശേഷം ഞാനിതാ മേലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉമ്മാക്ക് ഇതാ ബ്രെഡ് ബോക്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഉമ്മ ഇതാ മയോണൈസും അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ സെറ്റാക്കി ഉമ്മയാണ് തരുന്നത്. പിന്നെ അത് ഉമ്മാക്ക് ഇന്ന് മന്തിയൊക്കെ കഴിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരീക്കോട് പോയപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പറിക്കാൻ നേരത്തെ മന്തി അൽഫാമോട് ഉണ്ട് കേട്ടോ, നമ്മളെ സ്പെഷ്യൽ ഒരു വിഭവം. അപ്പോൾ നിങ്ങൾ പഠിച്ചില്ലമ്മ? തിന്നാനാ പൂതി. ഓ ഉമ്മ പഠിച്ചിട്ടോ, ഇത്ര പെട്ടെന്ന് പഠിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. ഉമ്മാക്ക് ഇപ്പം തന്നെ പൂതിയുണ്ടല്ലോ കഴിക്കാൻ. എന്താ ചെയ്യാലേ, എന്താ ചെയ്യാലേ. മസാല
ഫില്ല് ചെയ്തതിന് ശേഷം ഞാനിതാ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബോക്സ് രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിനാണ് പറയുന്നത് ബ്രെഡ് ബോക്സ് എന്ന്. ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറൊന്നും മുറിച്ച് മാറ്റിയിട്ടില്ല കേട്ടോ. അതൊന്നും വേണ്ട, നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എണ്ണ കുടിക്കൂലേ എന്നുള്ള ഡൗട്ടില്ലേ, അതൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഫുള്ളായിട്ടൊന്ന് കാണണം. ഒരു തരത്തിലുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എണ്ണ സ്നാക്സിനൊക്കെ പിടിക്കും പോലെ തന്നെയാണ്. പക്ഷെ ബ്രെഡാന്ന് പറയുമ്പോൾ ചില ആൾക്കാരുണ്ടാവും നല്ല രീതിയിൽ പിടിക്കൂലെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വേറെ 2 കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ട ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ റസ്ക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയ്ക്ക് കുറച്ച് പാലൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് കോട്ട് ചെയ്ത് കിട്ടാനും. അതുപോലെ തന്നെ 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് പാലൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഈ ഒരു ബോക്സ് ആക്കി വെച്ചത് നമ്മളിതാ അതിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡ് പൊടിയിലൂടെ നമ്മളിതാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അല്ല, ബ്രെഡ് അല്ല കേട്ടോ, നമ്മുടെ റസ്ക് പൊടിയിലൂടെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് പൊടി ആയാലും മതി, അല്ലെങ്കിൽ റസ്ക് പൊടി ആയാലും മതി കേട്ടോ. പക്ഷേ റസ്ക് പൊടി ആകുമ്പോൾ ഒന്നുകൂടി ക്രിസ്പിനെസ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ബോക്സ് രൂപത്തിലാണ് വന്നിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം ഞാനിതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് സംഭവം റെഡിയാവും. ഞാനിവിടെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ഇതാ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മളെ ബ്രെഡ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പൂണോട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആവും കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഞാനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ചെറിയൊരു ബ്രൗൺ കളറായപ്പോൾ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല നമ്മുടെ ഒരു കട്ട്ലേറ്റിൻ്റെ ഒക്കെ ലുക്ക് തന്നെയാണ്. കാരണം അത്രയും നല്ല ക്രിസ്പി ആയിട്ട്, നല്ല കട്ട്ലേറ്റിനായിട്ട് ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ബോക്സ് രൂപത്തിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഓവറായിട്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. സാധാ ഒരു നോർമലി നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ബ്രെഡാന്ന് വിചാരിച്ചിട്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. കാരണം വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഒന്നുകൂടി ഇഷ്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്നാക്സ് ചിലപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് പെട്ടെന്ന് എണ്ണ കുടിക്കുന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഉമ്മ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ കണ്ടില്ലേ, നമ്മുടെ കട്ട്ലേറ്റ് അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ റോളിൻ്റെ ഒക്കെ അതേ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മ പറയാണ്, നോമ്പ് ഇറക്കണവരെ ഞാനിത് കാത്തിക്കണ്ട, എനിക്ക് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മാക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എണ്ണ കുടിക്കുന്ന ഉമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബ്രെഡ് കൊണ്ടുള്ള പരിപാടിയല്ലേ, എണ്ണ നല്ലോണം കുടിക്കുന്നു. പക്ഷേ ലാസ്റ്റ് ഉമ്മ അത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത്രയും കിടുവാണ്. പിന്നെ നമ്മുടെ ഇന്ന് ഇക്ക വന്നതിൻ്റെ ശേഷം നമുക്കിത് ഇളനീൻ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ മുന്നിലുള്ള തെങ്ങിൽ നിന്ന് ഇളഞ്ഞിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊണ്ടുവന്നത് കുറച്ചൊരു ഹാർഡായിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഇളഞ്ഞിയും പ്രായത്തിൽ നിന്ന് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത് ഇട്ടതല്ലെന്ന് വിചാരിച്ചിട്ട് അത് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക. പക്ഷെ അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ടാസ്ക് വന്നിട്ടുണ്ട്. കുറച്ച് ഒന്ന് ഹാർഡായി വന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് അടർത്തി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അത് മെനക്കെട്ടതൊക്കെ എടുത്തിട്ട് ഉമ്മാന് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിന്ന് ഇളനീൻ ഷെയ്ക്ക് അടിക്കുകയാണ് അല്ലേ ഉമ്മ? അപ്പം ഉമ്മ നല്ല ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഷെയ്ക്ക് അടിച്ചിട്ട് മുന്നത്തെ തെങ്ങിൽ നിന്ന് ചെറിയ തേങ്ങ എടുത്ത് കൊണ്ടുവന്നാട്ടോ. ഇളനീൻ തേങ്ങ അല്ലേ അമ്മ? അത് ഇളനീൻ തേങ്ങ അല്ലേ? ഇനി ആ ജാറിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. അത് നല്ലോ ആവും. അലിഞ്ഞ വെള്ളം നീ പറഞ്ഞില്ലേ? ആ, അലിഞ്ഞ വെള്ളം പറഞ്ഞു. കുറച്ച് അതിന് തോന്നല്ലേ. അപ്പോൾ ഇത് ഉമ്മ കുറേ ദിവസമായി ഒരു മന്തി അൽഫാമും പറയുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ
കൊറിയർ അയച്ച് വന്ന ടൈമിൽ ഇതാ ഞാൻ ഏകദേശം 4 മണിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ മന്തി അതുപോലെ തന്നെ നമ്മുടെ അൽഫാം പെരി പെരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അൽഫാം പെരി പെരിയാണ് ഇഷ്ടം. പിന്നെ ഞങ്ങൾ അരീക്കോട് ഒരു ഷോപ്പുണ്ട്, അവിടുത്തെ മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും നമ്മുടെ ബ്രെഡ് പോക്കറ്റും അല്ല ബോക്സും എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിതാ നോമ്പ് തുറക്കുന്നതിന് മുന്നെല്ലാം ടാബിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ എനിക്ക് പിന്നെ മന്തി കഴിക്കുമ്പോൾ ആ ഒരു റെഡ് സോസ് മസ്റ്റാണ് കേട്ടോ, ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ മുന്തിരിയുടെ ആ ഒരു അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുന്തിരിയുടെ ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇന്നും നമ്മൾ ഈ അപ്പോൾ ഇതാ നമ്മുടെ കൊറിയറിൽ അയച്ചതിൻ്റെ സ്ലിപ്പ് ഓരോരുത്തർക്ക് വിട്ടു കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത് TTDസിൽ അയച്ചതിൻ്റെ സ്ലിപ്പാണ്. അപ്പോൾ ഇന്ന് ഓർഡർ തന്നവരതൊക്കെ ഇതാ ഈ ഒരു സ്ലിപ്പിലുണ്ടൊക്കെ അവർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ അതാ പോസ്റ്റ് അയച്ചതുണ്ട്, TTDC അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആരുതാന്ന് നോക്കിയിട്ട് അയച്ചു കൊടുക്കുന്ന കേട്ടോ. കുറേ ഉണ്ട്, ഓരോ അഡ്രസ്സും എവിടെയാണെന്ന് കുറേ ഇൻസ്റ്റത്തുണ്ട്, കുറേ വാട്സപ്പത്തുണ്ട്, അതൊക്കെ നോക്കി അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഇതാ ഇത് കുറേ ഉണ്ട്. ഇനി നമ്മുടെ പുതിയ വന്ന സംഭവമൊക്കെ ഇവിടെ സെറ്റാക്കണം. അപ്പോൾ നാളെ അയക്കാൻ ഇതാ കുറേ ഇതാ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഓർഡേഴ്സ് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നമ്മൾ ബണ്ടിലത്തതെല്ലാം നമ്മുടെ ഈ ഒരു സ്റ്റോറിലേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പോൾ കുറേ അപ്ഡേഷൻ വന്നതിൽ ഒരുപാട് സോൾഡ് ആയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ ഓരോ പീസുകളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി ഓർഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് വഴി മാഷാ അല്ലാ ഒരുപാട് നമ്മൾ സ്ഥിരം ആയിട്ട് കണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ ഈ ഓർഡേഴ്സ് തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. അവരവരെ ഡ്രസ്സ് പെരുന്നാൾക്ക് നമ്മുടെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അറിഞ്ഞപ്പം. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ 1.5 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കറക്റ്റ് നമ്മളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് നാളെ അയക്കാനുള്ള കുറേ ഓർഡേഴ്സ് ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഐറ്റത്തിൻ്റെ 2-3 സെറ്റ് എടുത്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് നമ്മളത് സോൾഡ് ഔട്ട് ആയിട്ട് ചില ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധനമില്ല, അത് റിപ്പീറ്റ് വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഫോട്ടോ എടുത്തതിൻ്റെ സെയിം സാധനം തന്നെ വീണ്ടും ഒരുപാട് സെറ്റ് ഇവിടെ കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഒരു ഐറ്റത്തിൻ്റെതാണ്. കാരണം ഒരുപാട് ഐറ്റംസ് നമ്മൾ സോൾഡ് ഔട്ടാന്ന് പറഞ്ഞാൽ വീണ്ടും കസ്റ്റമേഴ്സ് അതെന്നെ കിട്ടുമെന്ന് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അതാ ഞാനത് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൊട്ടിച്ചത് നമ്മളിതാ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ കുഴപ്പമില്ലാത്ത ഓർഡേഴ്സ് എല്ലാവരും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്താക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടലി ഇത് ഫുള്ളൊരു മല പോലെ നമ്മളെ പുതിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയറുകളാണ് ഈ കാണുന്നത്. എല്ലാം 1650 1550 റേറ്റിനൊക്കെ ഇത്രയും നല്ല ജോർജറ്റ് ആൻഡ് ഷിഫോൺ പാർട്ടി വെയർ ഐറ്റംസാണ് നമ്മൾ സ്റ്റോറിൽ കൊടുക്കുന്നത്. അപ്പോൾ വേഗം നമ്മൾ സ്റ്റോറിലൊന്ന് ചെക്ക് ചെയ്യുക, വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക.